ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ അവസാനത്തെ ദിവസമാണ്. മൗണ്ട് റിഗിയും പിന്നെ ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ട് സ്യൂറിക്കിൽ നിന്നാണ് തിരിച്ചു കയറാനുള്ളത്. അങ്ങനെ ലേക്ക് ബ്രിയാൻസിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ലൂസേനിലേക്കുള്ള ട്രെയിനിലാണ് ഇനി കയറാനുള്ളത്. യൂറോപ്പിൽ ഫ്ലൈറ്റ് യാത്രയെക്കാളും നമ്മുടെ യാത്രകൾ കൂടുതൽ മനോഹരമാക്കുന്നത് ട്രെയിൻ യാത്രകളാണ്. സ്വിറ്റ്സർലൻഡിലെ ഏത് സ്ഥലത്തേക്കുള്ള ട്രെയിൻ യാത്രയായാലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും തിരഞ്ഞെടുത്തില്ലെങ്കിലും ഇതുപോലുള്ള ട്രെയിൻ യാത്രകൾ തന്നെ ധാരാളം. തിരക്കില്ലാത്ത ട്രെയിനുകളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ദൂരെയുള്ള മഞ്ഞുമലകളെയും ചുറ്റുമുള്ള പച്ചക്കുന്നുകളെയും ശാന്തമായി നോക്കുന്ന ബ്രിയാൻസ് തടാകത്തെ എങ്ങനെ വിവരിക്കണമെന്ന് അറിയില്ല. ബ്രിയാൻസ് ഞങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ അകലുന്നതും നോക്കിയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ലൂസേൺ ഇന്റർലേക്കൻ പനോരമിക് എക്സ്പ്രസ്സിലൂടെയാണ്. ലൂസേണിലാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. ഈ ട്രെയിൻ പനോരമിക് എക്സ്പ്രസ് ആയതുകൊണ്ട് ഇതിൻ്റെ വിൻഡോസിന് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നല്ല ഭംഗിയോടെ കാണാൻ പറ്റും. ഇതുപോലെ ധാരാളം പനോരമിക് ട്രെയിനുകളുണ്ട്. ഇതിൽ പല പനോരമിക് എക്സ്പ്രസ്സും സ്വിസ് ട്രാവൽ പാസ് ഉള്ളവർക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെയാണ് മൗണ്ടെയിൻ ട്രെയിനുകളുടെ കാര്യം. ധാരാളം മൗണ്ടെയിൻ ട്രെയിനുകളുണ്ട്. പക്ഷേ ഇവയ്ക്കെല്ലാം തന്നെ വളരെ ഉയർന്ന ടിക്കറ്റ് റേറ്റ് ആണ്. സ്വിസ് ട്രാവൽ പാസിൽ 3 മൗണ്ടെയിൻ ട്രെയിനുകൾ ഇൻക്ലൂഡഡ് ആണ്. മൗണ്ട് റിഗി എന്ന് പറയുന്നത് ഇതിൽ പെട്ടതാണ്. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറിനടുത്ത് വരുന്ന യാത്രയാണ്. പനോരമിക് ട്രെയിൻ ആയതുകൊണ്ടും തിരക്കില്ലാത്തതുകൊണ്ടും കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്താണ് യാത്ര.
പേരറിയാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. തീരെ തിരക്കില്ലാത്ത ശാന്തമായ അന്തരീക്ഷം. എത്ര സമാധാനത്തോടെയുള്ള ജീവിതമാവും ഇവിടെയുള്ളവരുടെ എന്ന് മനസ്സിൽ തോന്നി. ചെറിയ കുന്നുകളും താഴ്വരങ്ങളൊക്കെ ഇടയ്ക്കിടെ കടന്നു പോകുന്നുണ്ട്. ഈ യാത്ര തീരല്ലേ എന്നായിരുന്നു മനസ്സിൽ. മൂടൽമഞ്ഞൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അത്യാവശ്യം സ്പീഡിലുള്ള യാത്രയാണെങ്കിലും വലിയ വലിയ കയറ്റങ്ങൾ വരുമ്പോൾ ട്രെയിൻ മെല്ലെ മെല്ലെ സ്പീഡ് കുറയ്ക്കും. അങ്ങനെ കുറച്ചുകൂടി വീടുകൾ അടുത്തടുത്ത് വരുന്ന സ്ഥലം എത്തിത്തുടങ്ങി. ലൂസേൺ എത്തിത്തുടങ്ങിയെന്ന് മനസ്സിലായി. വീഡിയോ എടുക്കലൊക്കെ തൽക്കാലം നിർത്തി ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. ഇനി ലൂസേണിൽ നിന്നുള്ളൊരു ബോട്ട് ട്രിപ്പാണ് അടുത്തത്.